മത്തങ്ങ, ആപ്പിൾ കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് കാരമലൈസ് ചെയ്യുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ല ബ്രൗൺ കളറാകുമ്പോൾ ഇതിലേക്ക് നല്ല ചൂടുവെള്ളം 1 കപ്പ് ചേർക്കാം. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ആ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുക. ഇനി വേണ്ടത് 1 കപ്പ് മത്തങ്ങ അരച്ചതാണ്. മത്തങ്ങ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ മത്തങ്ങ അരച്ചത് നമുക്ക് 1 കപ്പ് വേണം കേട്ടോ. ഇനി ഒരു കേക്ക് ടിന്നിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൈദ ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം. ഇനി കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമൽ സിറപ്പിലേക്ക് 1/2 കപ്പ് തൈരും 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 1 കപ്പ് മത്തങ്ങ അരച്ചതും 1 ആപ്പിൾ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 സ്പൂൺ വാനില എസൻസ് ആണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ്, മൈദ വെച്ചിട്ടല്ല. അപ്പോൾ ഒരു 1/2 കപ്പ് അരിപ്പൊടിയിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ നമ്മൾ ഈ കേക്കിൽ മുട്ടയ്ക്ക് പകരമാണ് കേട്ടോ തൈര് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മുട്ട ചേർക്കണം എന്നുണ്ടെങ്കിൽ തൈര് ഒഴിവാക്കിയിട്ട് ഒരു 3 മുട്ട ചേർക്കാം. ഇനി ഇത് നേരത്തെ റെഡിയാക്കി വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് നമുക്കൊരു 180 ഡിഗ്രിയിൽ ഒരു 35-40 മിനിറ്റ് വരെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഓരോ ഓവൻ്റെയും ടെമ്പറേച്ചർ അനുസരിച്ച് ടൈമിങ്ങിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതാ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു വയർ റാക്കിലേക്ക് മാറ്റിയിടാം. അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയതായാലും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് കേക്കാണ്. നല്ല ചൂടുണ്ട് കേട്ടോ, ആവിയൊക്കെ പറക്കുന്നുണ്ട് കണ്ടോ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ കേക്കൊക്കെ ചെറിയ ചൂടിൽ കഴിക്കുന്ന ഒരു അസുഖം ഉള്ളതുകൊണ്ട് ഞാനപ്പം തന്നെ കഴിച്ചു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിൽ എന്തായാലും മത്തങ്ങയൊക്കെ മേടിക്കുമ്പോൾ കുറച്ചൊക്കെ ബാക്കി വരുമല്ലോ, അത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക. താങ്ക്